പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു എന്ന് നമ്മളെ വഴി നടത്തുവാൻ വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചന ഭാഗം ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചന ഭാഗമാണ്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യന്റെയും ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുന്നത് നിശബ്ദമായ ചില സ്വപ്നങ്ങളുടെ സാന്നിധ്യത്തിലാണ്. സ്വപ്നങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ജീവിതം വളരെ വളരെ വേദനാജനകമായി മുൻപോട്ട് പോവുകയും ചെയ്യും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും അവന്റെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ഒരു വൈകാരിക അനുഭവം ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയുള്ളവനായി ജീവിക്കുക എന്നതാണ്. നിന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ താലോലിക്കുവാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാകും. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു കണ്ണുനീരിന്റെ അനുഭവമുണ്ടോ? നാളെ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹവുമായി കടന്നു വരും. ഇന്ന് നിന്റെ ജീവിതം തകർന്നു വീണുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ നിന്റെ ദൈവം അവന്റെ വിരൽത്തുമ്പ് നിനക്ക് നീട്ടിത്തന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇന്ന് നീ അഗാധങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നിന്റെ ദൈവം നിന്റെ അരികിൽ വന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കർത്താവിന്റെ അരികിൽ ചേർത്ത് നിർത്തും. സ്വപ്നങ്ങളെ താലോലിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകട്ടെ, അത്തിമരം പൂക്കാതിരിക്കട്ടെ, മുന്തിരി തളിർക്കാതിരിക്കട്ടെ, ഒലിവ് ശാഖയിൽ ഇല്ലാതാകട്ടെ, കന്നുകാലിക്കൂട്ടം നഷ്ടപ്പെടട്ടെ, ആട്ടിൻപറ്റം നഷ്ടപ്പെട്ടു പോകട്ടെ, വയലിൽ വിളവില്ലാതെ പോകട്ടെ, പക്ഷേ എൻ്റെ ദൈവമായ കർത്താവിലുള്ള ആശ്രയത്തെ ചലിപ്പിച്ചു കളയാൻ, നിശബ്ദമാക്കി കളയാൻ ഇതൊന്നും കാരണമാകരുത്. ഇതല്ല, ഭൗമികമായ യാതൊരു നേട്ടങ്ങളുടെയും പിൻബലത്തിലല്ല നിന്റെ ദൈവത്തെ നീ ചേർത്ത് പിടിക്കേണ്ടത്. ഇതിനൊക്കെ അപ്പുറത്ത്, ഇല കൊഴിയുന്ന കാലത്തിനപ്പുറത്ത് തളിർത്തു നിൽക്കുന്നൊരു സമയമുണ്ടാകുമെന്ന് ജീവിതത്തിൽ കരുതണം. ഇരുട്ടിനപ്പുറത്ത് പ്രഭാതമുണ്ടാകുമെന്ന് കരുതണം. എല്ലാ തകർച്ചയുടെയും അപ്പുറത്ത് ജീവന്റെ നാഥൻ കരങ്ങൾ ചേർത്ത് പിടിച്ച് നിന്നെ വിളിക്കുന്ന അനുഭവം ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ ഓർത്തു വയ്ക്കണം. അങ്ങനെ ജീവിതത്തിൽ പ്രത്യാശയോടെ നിലനിൽക്കുവാനായിട്ട് പറ്റുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹമുള്ളവരായിട്ട് മാറും. അറിയാവല്ലോ, 30 വർഷം തളർന്നു കിടന്നവൻ, ബെത്സയിദ കുളക്കരയിൽ ആരും കുളത്തിലേക്ക് ഇറക്കാനില്ലാതെ തളർന്നു കിടന്നവന്റെ അരികിലേക്ക് കാലങ്ങൾ കഴിയുമ്പോൾ ക്രിസ്തു കടന്നു വരുന്ന അനുഭവത്തിന്റെ പേരാണ് പ്രത്യാശ. കാലം കടന്നു പോകട്ടെ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം അവൻ ഒരു ദിനം നിനക്ക് നൽകാതിരിക്കില്ല. ആ ഒരു വിശ്വാസത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം ഉറപ്പായി നിന്റെ ജീവിതത്തിലേക്ക് വരും. കാരണം പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. എല്ലാ പ്രത്യാശയും ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കൃപയൊഴുക്കി കൊണ്ടുവരുന്ന അനുഗ്രഹമായി മാറ്റുവാൻ നിനക്ക് കഴിയണം. എല്ലാ ഇരുട്ടും മാറിപ്പോകില്ലേ? എല്ലാ വേദനകളും മാറിപ്പോകില്ലേ? അതിനു മുമ്പിൽ രക്ഷയുടെ കരവുമുയർത്തി നിൽക്കുന്ന കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഒരു വേദനകൾക്കും ജീവിതത്തിൽ നിലനിൽപ്പില്ല, ഒരു കണ്ണുനീരും ജീവിതത്തിൽ നിലനിൽപ്പില്ല, ഒരു തകർച്ചകൾക്കും ജീവിതത്തിൽ നിലനിൽപ്പില്ല. ഇതെല്ലാം മാറിപ്പോവുകയും ഇതിനപ്പുറത്ത് രക്ഷയുടെ കരമുയർത്തി പിടിച്ചു നിൽക്കുന്ന യേശുവിനെ നീ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഒരു ദിനം വരും. അതിനുവേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒലിവ് പൂക്കുന്ന താഴ്വാരത്തിലും ഓസ്ലേമിന്റെ വീഥികളിലും 1000 മെഴുകുതിരിയും കൊളുത്തി നിന്റെ യേശു നിന്നെ കാത്തു നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ പ്രഭാതം നിന്റെ കരങ്ങളിലേക്ക് നൽകുന്നു. അവിടുന്ന് ഈ പ്രഭാതത്തിൽ ചേർത്ത് പിടിക്കണമേ ഞങ്ങളെ. ആമേൻ.